ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമി 1950-1990 എന്ന അധ്യായത്തിലെ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് എന്നുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ അഗ്രികൾച്ചർ എന്നുള്ള ഭാഗം നോക്കിയിരുന്നു. അത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. Industry and trade. Industry provides employment which is more stable than the employment in agriculture. It promotes modernization and overall prosperity. It is for this reason that the 5-year plans place a lot of emphasis on industrial development. ഇൻഡസ്ട്രീസ്, അതായത് നമുക്കറിയാം, വ്യവസായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് ഒരു രാജ്യത്ത് ജോലി ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കൃഷിയൊക്കെ എന്ന് പറയുന്നത് കാലാവസ്ഥയെ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമായ രീതിക്ക് മാത്രമേ നമ്മൾ കൃഷി ഇറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിലുള്ള, അതായത് കാർഷിക മേഖലയിലെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സീസണുകൾ നോക്കിയിട്ടായിരിക്കും. എന്നാൽ ഇൻഡസ്ട്രി, വ്യവസായ മേഖലയിൽ തൊഴിൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും. ഇറ്റ് പ്രൊമോട്ട് മോഡേണൈസേഷൻ ആൻഡ് ഓവറോൾ പ്രോസ്പെരിറ്റി. അപ്പം നമ്മൾ മുൻപത്തെ അഗ്രികൾച്ചറിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്ന എന്താണ് മോഡേണൈസേഷൻ എന്ന്. അപ്പോൾ ഈ വ്യവസായവൽക്കരണമൊക്കെ ഉണ്ടാവുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും? പുതിയ പുതിയ വികസനാനുഭവങ്ങളൊക്കെ ഉണ്ടാവും, മോഡേണൈസേഷനിലേക്കൊക്കെ നയിക്കും, നവീകരണം ഉണ്ടാവും സമ്പദ് വ്യവസ്ഥയിൽ. It is for this reason that the 5-year plans place a lot of emphasis on industrial development. അപ്പോൾ ഈ ഇൻഡസ്ട്രി, അതായത് വ്യവസായം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ആധുനിക രാജ്യത്ത് വളർന്നു വരണമെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായിട്ടും വ്യവസായത്തിൻ്റെ വികസനത്തിന് ഒരുപാട് പോളിസികളൊക്കെ തയ്യാറാക്കിയിരുന്നു. അങ്ങനെ പ്ലാനിങ്ങിലും വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം നൽകി തുടങ്ങി. കാരണം അത് പ്രധാനമായിട്ടും ഒരു സ്ഥിരമായിട്ട് ജോലി, അതുപോലെ തന്നെ നവീകരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നുണ്ട്. The big question facing the policy makers was what should be the role of government and private sector in the industrial development. അപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യവസായവൽക്കരണത്തിൽ ഈ പൊതുമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും പങ്ക് എന്തായിരിക്കും എന്നതായിരുന്നു. അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കുള്ള പങ്ക് എന്തായിരിക്കണം എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് എക്കണോമിക്സുകളൊക്കെ, വ്യത്യസ്ത എക്കണോമിക് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ നമ്മൾ കൂടുതൽ പൊതുമേഖലയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്വകാര്യ മേഖലയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ മിക്സ്ഡ് എക്കോണമി, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഒരു എക്കോണമിയിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെയും അതുപോലെ തന്നെ പൊതുമേഖലയുടെയും പങ്ക്, ഈ വ്യവസായവൽക്കരണത്തിൽ പങ്ക് എന്തായിരിക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, നമ്മളൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നിരുന്നാലും പ്ലാനിംഗ് ഒക്കെ എന്തിലാണ് ഉണ്ടായിരുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലായിരുന്നു, സോഷ്യലിസ്റ്റ് രൂപത്തിലുള്ള സമൂഹത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നയങ്ങൾക്കും ഒരു സോഷ്യലിസ്റ്റ് ചായ്വുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം നേടിയ അവസരത്തിൽ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലേക്ക് ഈ മൂലധനം നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്ന ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് സർക്കാരാണെങ്കിലും അതിൽ ഒരു നിശ്ചിത പങ്ക് സ്വകാര്യ മേഖലയ്ക്കും അനുവദിച്ചു കൊടുത്തു. കാരണം നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് അങ്ങനെ കോൺട്രിബ്യൂഷനൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും ഇനി വരും കാലത്ത് സ്വകാര്യ മേഖലയുടെ പങ്കുണ്ടാവുന്നു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്കും ഒരു വലിയൊരു പങ്ക് നമ്മുടെ വ്യവസായവൽക്കരണത്തിന് ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956, വ്യവസായ നയപ്രമേയം
1956. അതിനെ ചുരുക്കി IPR 1956 എന്ന് പറയാറുണ്ട്. In accordance with the goal of state controlling the commanding heights of the economy, the Industrial Policy Resolution 1956 was adopted. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു പ്രൈവറ്റ് സെക്ടറിനൊന്നും ആവശ്യമായിട്ടുള്ള മൂലധനമൊന്നും ഉണ്ടായിരുന്നില്ല, നിക്ഷേപിക്കാൻ പ്രാപ്തിയുള്ളത്ര മൂലധനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എന്താ ഒരു സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഒരു നയങ്ങളായിരുന്നു നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ആയിരുന്നു കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കമാൻഡ് ചെയ്യുന്നതും സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതിൽ, അതായത് ഉന്നത മേധാവിത്വ തത്വം എന്ന നയം. ഈ നയം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ഉന്നത മണ്ഡലങ്ങൾ ഗവൺമെൻറ്റാണ് സ്ഥാപിച്ചു നടത്തുക. അതായത് നമുക്കറിയാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയായിരുന്നു, പ്രധാനപ്പെട്ട വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എന്താ, ഗവൺമെൻറ്റാണ്, അതിൻ്റെ നിയന്ത്രണം ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഒരു കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആയിരിക്കും സ്ഥാപിച്ചു തുടങ്ങുക. അതായത് വലിയ വലിയ വ്യവസായശാലകളായിട്ടുള്ള ഇരുമ്പ്, ഉരുക്ക്, അങ്ങനെ മൂലധന വസ്തുക്കൾ തുടങ്ങിയിട്ടുള്ളതും പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊക്കെ സർക്കാരായിരിക്കും സ്ഥാപിച്ചു നടത്താറ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതി, നമുക്കറിയാം ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയൊക്കെ കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്, 5 ഇയർ പ്ലാൻ മുതലാണ് എന്തിന് പ്രാധാന്യം കൊടുത്തത്, വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഉന്നത മേധാവിത്വ തത്വം അഥവാ കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന നയത്തെ അനുസരിച്ചായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയിരുന്നത്. This resolution formed the basis of the second 5-year plan. The plan was tried to build the base of socialist pattern of society. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത് ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു അടിസ്ഥാനമായിട്ടായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് പാറ്റേണുള്ള സൊസൈറ്റി തന്നെയായിരുന്നു. ദിസ് റെസൊല്യൂഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻഡസ്ട്രിയൽ ഇൻടു 3 കാറ്റഗറീസ്. ഈ ഒരു വ്യവസായ നയപ്രമേയം അനുസരിച്ച് വ്യവസായങ്ങളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. The first category comprised industrial, which would be exclusively owned by the state. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആണ് ഒന്നാമത്തെ കാറ്റഗറി. അതായത് പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയുള്ള വ്യവസായങ്ങളായിരുന്നു ഒന്നാമത്തെ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 1956 വ്യവസായ നയപ്രമേയം അനുസരിച്ച് വ്യവസായങ്ങളെ 3ആയിട്ട് തരംതിരിച്ചു. ഒന്നാമത്തെ കാറ്റഗറിയിൽ പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. The second category consists of the industries in which the private sector could supplement the effort of the state sector, with the state taking sole responsibility for starting new unit. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കും നടത്താവുന്ന വ്യവസായങ്ങളായിരുന്നു. ഇതിൽ മുഖ്യമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൊതുമേഖലയ്ക്ക് തന്നെയായിരുന്നു. അതായത് പുതുതായി സ്ഥാപിക്കുന്ന യൂണിറ്റുകളെല്ലാം പൊതുമേഖലയ്ക്കായിരിക്കും, എന്നാൽ അതിൽ ഈ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും ഉണ്ടായിരിക്കും. മൂന്നാമത്തത് തേർഡ് കാറ്റഗറി കൺസിസ്റ്റ് ഓഫ് ദ റിമൈനിങ് ഇൻഡസ്ട്രീസ്. അതായത് ബാക്കി അവശിഷ്ട വ്യവസായങ്ങൾ എന്ന് പറയും. അതായത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറ്റഗറിയിൽ പെടാത്ത മറ്റു വ്യവസായങ്ങളെയാണ് ഈ അവശിഷ്ട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്കായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കും. കാരണം ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സർക്കാർ നിർദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ അവശിഷ്ട വ്യവസായങ്ങൾ, അതായത് ഈ ബാക്കിയുള്ള റിമൈനിങ് ഇൻഡസ്ട്രീസിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് പൂർണ്ണമായിട്ട് പ്രൈവറ്റ് സെക്ടറിന്റെ കീഴിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ, രണ്ടാമത്തത് സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഒരുപോലെ നടത്താവുന്ന വ്യവസായങ്ങളാണ്. അതിൽ പുതുതായി സ്ഥാപിക്കുന്ന യൂണിറ്റുകളെല്ലാം പൊതുമേഖലയിലായിരിക്കും. മൂന്നാമത്തത് ഇവയെ രണ്ടിലും പെടാത്ത റിമൈനിങ് ഇൻഡസ്ട്രീസ്, അതായത് അവശിഷ്ട വ്യവസായങ്ങളാണ്. ഇവയെല്ലാം സ്വകാര്യ മേഖലയ്ക്കായിരുന്നു വിട്ടിരുന്നത്. എന്നാൽ ഇവയുടെ പ്രവർത്തനമെല്ലാം സർക്കാർ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും. അടുത്ത് നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഗവൺമെന്റ്.
ഇപ്പോൾ ഒരു സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ പൊതുമേഖലയിലൊന്നും പുതിയ മറ്റു വ്യവസായങ്ങളൊന്നും അനുവദിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവദിച്ചിരുന്നില്ല. അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന ലൈസൻസ് ഇല്ലാതെ മറ്റു മേഖലകൾക്ക്, അതായത് സ്വകാര്യ മേഖലയ്ക്കൊന്നും പുതിയ ഇൻഡസ്ട്രീസ് ഒന്നും തുടങ്ങാൻ പറ്റില്ലായിരുന്നു. അതായത് വ്യവസായ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെങ്കിലും അവയുടെ പ്രവർത്തനം സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു. ഈ സർക്കാർ നിയന്ത്രണം എന്ന് പറയുന്നത് ലൈസൻസിങ് സംവിധാനത്തിലൂടെയാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കിയിരുന്നത്. This policy was used for promoting industries in backward region. It was easier to obtain a license if industrial unit was established in an economically backward area. അതുപോലെ തന്നെ ഈ പോളിസി, അതായത് ഈ 1956 ഈ ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ പോളിസിയിലൊക്കെ ഈ നമ്മളെ സമൂഹപരമായിട്ട് പുറകോട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഒരു വികസനവും ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ പുതിയ പുതിയ വ്യവസായങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം തുടങ്ങാൻ നമുക്ക് ലൈസൻസ് ആവശ്യമാണെങ്കിൽ, നമ്മൾ ഈ ഒരു ബാക്ക്വേർഡ് റീജിയനിലാണ് നമ്മളൊരു പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ആ ലൈസൻസ് കിട്ടാൻ വളരെയധികം എളുപ്പമായിരുന്നു. അതായത് വ്യവസായങ്ങൾക്ക് ലൈസൻസ് നൽകുന്ന പിന്നോക്ക പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനാക്കി. അതായത് ഈ പിന്നോക്ക പ്രദേശങ്ങളിൽ ഈ വ്യവസായ മേഖലയിൽ സ്ഥാപിക്കുന്നത് വഴി അവർക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുതലാക്കിക്കൊണ്ട് തന്നെ ഈ പിന്നോക്ക പ്രദേശങ്ങളിൽ കൂടുതൽ വ്യവസായങ്ങൾ വന്നു. അങ്ങനെ ലൈസൻസും കിട്ടി. In addition, in such a unit were given certain concessions such as tax benefits and electricity at a lower tariff. The purpose of this policy was to promote regional equity. ഇങ്ങനെ പിന്നോക്ക പ്രദേശങ്ങളിലെ ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് വഴി അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണവും ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം പിന്നോക്ക പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുമ്പോൾ അവർക്ക് കൺസെഷൻസ് ലഭിച്ചു, ടാക്സിൽ കൺസെഷൻ ലഭിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ പേ ചെയ്യുമ്പോഴൊക്കെ അവർക്ക് കൺസെഷൻ ലഭിച്ചു. ഇങ്ങനെ ഒരു പിന്നോക്ക പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ വളരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. In 1955, the Village and Small Scale Industries Committee, also called Karve Committee, noted the possibility of using small scale industries for promoting rural development. ഈ നമ്മളിപ്പോൾ വ്യവസായ നയ പ്രമേയത്തിൽ നമ്മൾ 3 കാറ്റഗറിയായി തിരിച്ചു എന്ന് പറഞ്ഞു. അതിൽ വൻകിട വ്യവസായങ്ങളെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ വരുന്നതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 1955 ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ശുപാർശ വന്നത്. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി നിലവിൽ വന്നത്. അതിന് നമ്മൾ കാർവേ കമ്മിറ്റി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഗ്രാമ വ്യവസായങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 1955 ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിനെ കാർവേ കമ്മിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമപ്രദേശങ്ങൾ വികസിപ്പിക്കാനുമായിട്ട് നമ്മൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ വളർത്തണമെന്ന്, അതായത് ചെറുകിട വ്യവസായങ്ങളെയൊക്കെ വളർത്തിയാൽ മാത്രമേ ഗ്രാമപ്രദേശങ്ങൾ വികസനം അവിടെ ഉണ്ടാവൂ എന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. അപ്പോൾ 1955 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായത്തിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചത്. In 1950, a small scale industry unit was one which invested a maximum ₹5 lakh. അപ്പോൾ 1950 കാലഘട്ടങ്ങളിൽ ഈ ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യവസായം 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്താ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 1 കോടിയൊക്കെയാണ് പറയുന്നത്. അപ്പം 1950 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി യൂണിറ്റ് വാസ് വൺ വിച്ച് ഇൻവെസ്റ്റഡ് എ മാക്സിമം ഓഫ് 5 lakh. അതായത് 5 ലക്ഷമെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു വ്യവസായത്തിനെയാണ് 1950 കാലഘട്ടങ്ങളിൽ നമ്മൾ സ്മോൾ സ്കെയിൽ, അതായത് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്.
It is believed that small-scale industries are more labor-intensive, but these industries cannot compete with the big industrial firms. നമുക്കറിയാം ഈ ഒരു ചെറുകിട വ്യവസായങ്ങളിൽ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്, അതായത് കരകൗശല ക്രാഫ്റ്റുകളൊക്കെ ആയിരിക്കും നിർമ്മിക്കുക, കരകൗശല വസ്തുക്കൾ, സോപ്പ് നിർമ്മാണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവയ്ക്കൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലാളികളെ ആയിരിക്കും ഇതാക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് മൂലധന തീവ്ര രീതിയെക്കുറിച്ചും തൊഴിൽ തീവ്ര രീതിയെക്കുറിച്ചും. അപ്പോൾ ഈ ചെറുകിട വ്യവസായങ്ങൾ പ്രധാനമായിട്ടും തൊഴിൽ തീവ്ര രീതിയായിരിക്കും ആശ്രയിച്ചിരിക്കുക. അവിടെ വലിയ വലിയ മെഷീൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിൽ ഉള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ജോലി ലഭിക്കും. ആ ഒരു ചെറുകിട വ്യവസായം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ജോലി ലഭിക്കും. എന്നിരുന്നാലും ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് ഈ വൻകിട വ്യവസായങ്ങളോടൊന്നും മത്സരിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഒന്നുമില്ല. അവർക്ക് അതിനുള്ള ശേഷിയില്ല. കാരണം ഈ വൻകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞ ചെറുകിട വ്യവസായങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. അവർക്ക് മൂലധന നിക്ഷേപം വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുക. അവർ കൂടുതൽ ഇറക്കുമതിയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു വ്യവസായങ്ങളിൽ എപ്പോഴും മെഷീൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മോൾ സ്കെയിൽ, അതായത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻകിട വ്യവസായങ്ങളുമായിട്ട് ഈ മത്സരിക്കാനൊന്നും ഉള്ള ശേഷി വളരെയധികം കുറവായിരിക്കും. ഇനി ചെറുകിട വ്യവസായങ്ങൾക്കുള്ള മേന്മകൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. വളരെ കുറച്ച് മൂലധനം ആവശ്യമുള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്നും ഇറക്കുമതിയൊന്നും ചെയ്യേണ്ട. മലിനീകരണമൊക്കെ കുറവായിരിക്കും. ഗ്രാമങ്ങളൊക്കെ വികസിക്കും. അതുപോലെ തന്നെ ഈ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ തൊഴിലാളികളൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക ചെറുകിട സംരംഭങ്ങളും അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് കാർഷികോൽപ്പന്നങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ കാർഷിക മേഖലയുടെ വികസനത്തിനൊക്കെ സഹായമാവുന്നുണ്ട്. ഇനി അടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രേഡ് പോളിസി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് ട്രേഡ് പോളിസി എന്ന് വെച്ചാൽ വ്യാപാര നയം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഇറക്കുമതി ബദൽ എന്നാണ് അർത്ഥം. ദ ഇൻഡസ്ട്രിയൽ പോളിസി ദാറ്റ് വി അഡോപ്റ്റഡ് വാസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ട്രേഡ് പോളിസി. ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി, അതായത് വ്യവസായ നയപ്രമേയമൊക്കെ നമ്മുടെ ട്രേഡ് പോളിസി, അതായത് ഈ വ്യാപാര നയമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇൻ ദ ഫസ്റ്റ് 7 plans, ട്രേഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാട്ട് ഈസ് കോമൺലി കോൾഡ് ആൻ ഇൻവാർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി. ടെക്നിക്കലി ദിസ് സ്ട്രാറ്റജി ഈസ് കോൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ നമ്മുടെ പ്രധാനമായിട്ടും ഈ ഇറക്കുമതി ബദൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവാർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി വെച്ചാൽ നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നയങ്ങളെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇമ്പോർട്ട് കുറച്ച് എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളൊരു നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്ന പേരാണ് ഇറക്കുമതി ബദൽ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരമായിട്ട് നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഇറക്കുമതി ബദൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറക്കുമതി ചെയ്യേണ്ട വസ്തുക്കൾക്ക് പകരം ബദൽ സാധനങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു വ്യാപാര നയമാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് പ്രധാനമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഇറക്കുമതി ബദൽ നയം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ പോളിസി തന്നെയായിരുന്നു. അതായത് വിദേശികളുടെ മത്സരത്തിൽ നിന്ന് ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണത്തിനുള്ള പ്രധാനപ്പെട്ട കരുക്കൾ എന്ന് പറയുന്നത് 2 രീതിയിലാണുള്ളത്. ഒന്നാമത്തെയാണ് താരിഫ്, രണ്ടാമത്തെയാണ് കോട്ട. അപ്പം എന്താണ് താരിഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മേലിൽ നമ്മൾ നികുതി ഏർപ്പെടുത്താൻ തുടങ്ങി. അതിനാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. അതായത് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏർപ്പെടുത്തുന്ന ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരത്തിൽ നിന്ന് ഇന്ത്യൻ വ്യവസായങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പോർട്ട് ടാക്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിദേശ സാധനത്തിന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ആ സാധനത്തിന് വില വർദ്ധിക്കും.
അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന്റെ മുകളിൽ നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ സാധനത്തിന് വില കൂടും. അതായത് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് 10 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ടാക്സ് ഒരു 5 രൂപ നമ്മൾ അതിന് മുകളിൽ ചുമത്തി. അപ്പം നമ്മൾ പേ ചെയ്യേണ്ട എത്രയായിരിക്കും? 15 രൂപയായിരിക്കും. അതേസമയം നമ്മുടെ എക്കോണമിയിൽ അതിൻ്റെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പം നമ്മൾ ചായക്ക് പകരം ഉപയോഗിക്കില്ലേ, കാപ്പി ഉപയോഗിക്കില്ലേ, അതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിന് പകരം, അത് ഇറക്കുമതി ചെയ്ത സാധനത്തിന് പകരം നമ്മുടെ എക്കോണമി തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു സാധനത്തിന് ചിലപ്പോൾ 10 രൂപയാണെങ്കിൽ നമ്മൾ എന്താ കൂടുതൽ വാങ്ങിക്കുക? നമ്മുടെ സാധനം തന്നെയായിരിക്കും വാങ്ങിക്കുക. അടുത്താണ് കോട്ട. കോട്ട എന്ന് പറയുന്നത് അളവിലോ എണ്ണത്തിലുള്ള നിയന്ത്രണമാണ്. അപ്പോൾ കോട്ട സംവിധാനത്തിന് കീഴിൽ ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനൊരു അളവിനൊരു പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ കോട്ടാസ് സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. അളവിനോ എണ്ണത്തിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കുന്നതാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വ്യവസായവൽക്കരണം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പുതിയ അഗ്രികൾച്ചറിനേക്കാളും സ്റ്റേബിളായിട്ട് ഒരു ജോലിയൊക്കെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുക, സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്ന രീതിയിൽ നമ്മൾ വ്യവസായങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ വ്യവസായത്തിൽ പബ്ലിക്കിന് പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്ക് എന്താ നമ്മൾ നോക്കി. സോഷ്യലിസ്റ്റ് രൂപത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് മൂലധന നിക്ഷേപങ്ങളൊന്നും നടത്താനുള്ള ശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അടിസ്ഥാന മൂലധന വ്യവസായങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ 1956 ഒരു വ്യവസായ നയപ്രമേയം നമ്മൾ സ്വീകരിച്ചു, ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ. ഇതനുസരിച്ച് കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിളായിരുന്നു നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ് നമ്മൾ ഇൻഡസ്ട്രികൾക്ക്, അതായത് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് തന്നെ. അതായത് ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയിട്ടുള്ള മൂലധന വസ്തുക്കൾ, അതുപോലത്തെ അടിസ്ഥാനപരവും വളരെയധികം പ്രാധാന്യമുള്ള വ്യവസായങ്ങൾ സർക്കാരാക്കി സ്ഥാപിച്ച് നടത്തുക എന്ന് തീരുമാനിച്ചു. 1956 വ്യവസായ നയപ്രമേയം അനുസരിച്ച് വ്യവസായങ്ങളെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെയും ഒരുപോലെ നടത്താവുന്ന വ്യവസായങ്ങളായിരിക്കും. എന്നാൽ പുതുതായി സ്ഥാപിക്കുന്ന യൂണിറ്റുകളെല്ലാം പൊതുമേഖലയിലായിരിക്കും. പിന്നുള്ളത് റിമൈനിങ് ഇൻഡസ്ട്രീസ് ആണ്. അതിന് അവശിഷ്ട വ്യവസായങ്ങൾ എന്നാണ് പറയുന്നത്. അത് സ്വകാര്യ മേഖലയ്ക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ആ ഒരു അവശിഷ്ട വ്യവസായങ്ങൾ നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ ലൈസൻസ് ഒക്കെ ആവശ്യമായിട്ട് വേണം. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ നീതി കൊണ്ടുവരിക, അതുപോലെ തന്നെ തുലിതമായിട്ടുള്ള ഒരു വളർച്ച കൈവരിക്കുക എന്നതുകൊണ്ട് തന്നെ പിന്നോക്ക പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് വഴി അവർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അതുവഴി ലൈസൻസിങ് എളുപ്പമാക്കി. അങ്ങനെ കൂടുതൽ പേരും ഈ പിന്നോക്ക മേഖലയിൽ വ്യവസായങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. ആ ഒരു വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് വഴി അവർക്ക് കറണ്ട് ബില്ല്, അതുപോലെ തന്നെ ലൈസൻസ്, ടാക്സ് ഇവയിലൊക്കെ ഇളവൊക്കെ കൊടുത്തു തുടങ്ങിയിരുന്നു. പിന്നെ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ അതായത് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലായിരിക്കും ഉണ്ടാവുക. വളരെ കുറച്ച് മൂലധന നിക്ഷേപം ആവശ്യമുള്ള, കാര്യമായിട്ടൊന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരാത്ത, മലിനീകരണം കുറവായിട്ടുള്ള, ഗ്രാമങ്ങളുടെ വികസനത്തിന് കാരണമായിട്ടുള്ള വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും തൊഴിൽ തീവ്ര രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗവൺമെൻറ് ഗ്രാമ വ്യവസായങ്ങളെക്കുറിച്ചും ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് 1955 ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. പിന്നെ എന്താണ് വ്യവസായ നയങ്ങളുടെ പ്രസക്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷമുള്ളത് നമ്മൾ ട്രേഡ് പോളിസി അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ഇറക്കുമതി ചെയ്യേണ്ട വസ്തുക്കൾക്ക് പകരം ബദൽ സാധനങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു വ്യാപാര നയത്തിനെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നയത്തെ നമ്മൾ പ്രൊട്ടക്ഷൻ പോളിസി, സംരക്ഷണ നയമായിട്ടായിരുന്നു കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ വിദേശ മാർക്കറ്റിന് ആയിട്ടുള്ള നമ്മുടെ മത്സരം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ
ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഇൻവാർഡ് ലുക്കിംഗ് പോളിസികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കരുക്കൾ എന്ന് പറയുന്നത് താരിഫും കോട്ടയുമായിരുന്നു. താരിഫ് എന്ന് പറയുന്നത് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏർപ്പെടുത്തുന്ന ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരത്തിൽ നിന്നും ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇറക്കുമതി ചുങ്കം ഉപയോഗിച്ചിരുന്നത്. അത് വ്യവസായമല്ല വിദേശ സാധനങ്ങൾക്ക് നമ്മൾ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ ആ സാധനത്തിൻ്റെ വില എന്താവും? ഇരട്ടിക്കും. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനം വിദേശ സാധനങ്ങളായിരിക്കുമല്ലോ, അതിൽ നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കും. അത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സഹായമാവും. പിന്നുള്ളത് കോട്ട എന്ന് പറയുന്നത് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു സാധനത്തിൻ്റെ അളവും പരിധിയും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇതിലുള്ളത്. ഈ വ്യവസായ നയം എന്ന് പറയുന്നത് ഒരുപാട് നല്ല സത്ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ GDP-യിലൊക്കെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ മേഖല വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറുകിട വ്യവസായങ്ങളിലെ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിച്ചു. എന്നാൽ ഈ പോരായ്മ എന്ന് പറയുന്നത് ലൈസൻസിങ് സമ്പ്രദായം ഒരു ലൈസൻസിങ് പെർമിറ്റ് രാജ് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് കറപ്ഷൻ അഴിമതിക്കൊക്കെ കാരണമായി. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭീമമായ നഷ്ടത്തിൽ കാരണമായി. കാരണം കൃത്യമായിട്ട് നടത്താനൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ പൊതുമേഖല ഒരാവശ്യമില്ലാത്ത കുറേയധികം മേഖലകളിലൊക്കെ മൂലധനം ഇറക്കി തുടങ്ങി. അത് കാരണം നഷ്ടം സംഭവിച്ചു. അപ്പം ഇതിൽ പോരായ്മയിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട ഒന്നാണ് ലൈസൻസ് പെർമിറ്റ് രാജ് സൃഷ്ടിച്ചു. അത് അഴിമതിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ ചാപ്റ്ററിൽ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ ടോപ്പിക്കിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചറിനെ കുറിച്ചും അതോടൊപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഡസ്ട്രീനെ കുറിച്ചുള്ളതായിരുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. താങ്ക്